റാം നാരായൺ റാം. നാം ചെയ്യുന്ന ഓരോ കർമ്മവും ഓരോ ചിന്തയും റാം നാരായൺ റാമിനെയാണ് ആധാരമാക്കുന്നത്. അവര് ഓരോയിടത്തിലും ഓരോ അണുവിലും ഉൾപ്പെട്ടിരിക്കുന്നു. ഈ റാമിനേക്കാള് പുറത്തു ലോകത്ത് മറ്റൊന്നുമില്ല. ഇവിടെ ഒരേ ഒരു മതം മാത്രമേ ഉണ്ടാകേണ്ടതുള്ളൂ, അതാണ് ജീവമതം. ഭൂമിയിലെ മതങ്ങള് എല്ലാം മനുഷ്യര് നിർമ്മിച്ചതാണ്. അവ സത്യമല്ല. നമ്മള് പ്രകൃതിയുടെ നിയമങ്ങള് മാത്രം അംഗീകരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം ഒരു മതം കൈവശം വെച്ചാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ ആണെങ്കില് നമ്മള് മനുഷ്യര് നിർമ്മിച്ച മതങ്ങളെ പിന്തുടരാന് എന്തിനാണ് ഓടിപ്പോകുന്നത്? നമ്മുടെ സമയം അത്തരമൊരു മനുഷ്യനിർമ്മിത മതത്തില് വൃഥായാക്കുന്നത് എന്തിനാണ്? ഇത് പറഞ്ഞാല് തെറ്റായതാകില്ല. ഇന്നത്തെ സമൂഹത്തില് ഇപ്പോഴും ചില വിഭാഗങ്ങള് വിഭജിച്ചു ആക്രമിക്കുക എന്ന രാഷ്ട്രീയത്തിന്റെ പേരില് നമ്മെ ആക്ഷേപിക്കുന്നു. നമ്മളും അതിന് വഴങ്ങുകയാണ്. കാരണം നമ്മള് അകത്തുകൂടി വളരെ ബലഹീനരായി മാറിയിരിക്കുന്നു. ഇന്ന് മതത്തിന്റെ പേരിൽ ആളുകളെ ചതിക്കപ്പെടുന്നുണ്ട്. ഇത് ഒരു സാമൂഹിക പാരാഡോക്സാണ്. ഒന്നുവശം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അനവധി കുട്ടികള് ഒരു നേരത്തെ പൂർണ്ണ ഭക്ഷണം പോലും ലഭിക്കാതെ വളരുകയാണ്. മറുവശം ക്ഷേത്രങ്ങളിൽ ലിറ്ററുകൾ പാലും തൈരും നെയ്യും പഞ്ചാമൃതവും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾക്ക് അഭിഷേകവും പൂജകളും നടത്തപ്പെടുന്നു. ഇതെന്താണ് മതത്തിന്റെ യാഥാർത്ഥ്യപരമായ അർത്ഥം? നമ്മളെല്ലാം 5 ഘടകങ്ങളിൽ നിന്നാണ് നിർമ്മിതമായത്. എല്ലാവർക്കും ഒരേപോലെയുള്ള ഹൃദയവും മനസ്സുമുണ്ട്. എന്നാല് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നന്മ വച്ചിരിക്കുന്നു എന്നോ ദുർബലതയോ എന്നത് നമ്മുടേതായ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ഒരാളിനോട് നന്മ ചെയ്യണമെന്ന ഉദ്ദേശമുണ്ടോ എങ്കിൽ ദോഷമോ? ഒരു മനുഷ്യന് താൽപ്പര്യത്തിലായി ഇരിക്കുന്നു എങ്കിൽ മറ്റുള്ളവന് അയാള് എത്ര കഷ്ടം സൃഷ്ടിക്കുന്നുവെന്ന് അവന് കാണുന്നില്ല. സ്വന്തം സ്വാർത്ഥത്തിനായി ഒരാളുടെ ഹൃദയം വേദനിപ്പിക്കരുത്. ഒരാളുടെ വിശ്വാസം തകർക്കരുത്. നമ്മുടെ ഭൂമി ജപത്തിൻ്റെയും തപസ്സിൻ്റെയും നാടാണ്. വിശ്വാസം നമ്മുടെ ശക്തിയാണ്. ക്ഷമ നമ്മുടെ ശാസനം ആണ്. സ്നേഹം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഈ മൂല്യങ്ങള് ഹൃദയത്തിൽ വച്ച് മുന്നോട്ടു പോകുക. വിജയം സ്വയം നമ്മെ കണ്ടെത്തും. ഒരാളെയും താഴേക്ക് തള്ളേണ്ട ആവശ്യമില്ല. പ്രകൃതിയിലൂടെ നമുക്ക് വളരെ അധികം ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്നതിന് അതുപോലെയത്രേ. ഇന്നത്തെ സാഹചര്യത്തില് നാം എല്ലാവരും അതിവേഗം മനോവിഷമത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും പോകുന്നു. അതിനാല് ഓരോരുത്തരും ധ്യാനം നടത്തണം. ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാകും. അതോടൊപ്പം മനസ്സും സമാധാനമാകും. നാം ജീവിതത്തില് നല്ല ശരിയായ തീരുമാനങ്ങള് എടുക്കാന് യോഗ്യരാകും. ധ്യാനത്തിലൂടെ വ്യക്തിത്വത്തില് മെച്ചപ്പെടല് സംഭവിക്കും. നേതൃഗുണങ്ങള് വളരും. ഉത്തരവാദിത്തം നിറഞ്ഞ പൗരനാകാനും സാമൂഹിക സേവന മനോഭാവം വളരാനും കഴിയും. നിങ്ങൾക്കറിയാം, ഈ ഭൂമിയില് ഏകദേശം 800 കോടി ജനങ്ങള് ജീവിക്കുന്നു. മനുഷ്യനിർമ്മിത മതം സ്വീകരിച്ച് നാം തെറ്റായ വഴികളിലൂടെയാണ് മുന്നേറുന്നത്. ഇതിനെ നമ്മള് തിരിച്ചറിയണം. മനുഷ്യനിർമ്മിത മതത്തെ അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ ചതിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരെ ശക്തമായി ശിക്ഷിക്കണം. സമൂഹം മുന്നിൽ കൊണ്ടുവരണം. ഇത് ഒരാളുടെ ചുമതലയല്ല, ഒറ്റയാൾക്ക് ചെയ്യാനാവുന്നതുമല്ല. നമ്മെല്ലാവരും ഒന്നിച്ച് ഇതിനു വേണ്ടി സമൂഹത്തെ പ്രചോദിപ്പിക്കണം.